ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനയോടെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ എങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത്? നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ പോയപ്പോൾ, നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാതെ പോയപ്പോൾ, വളരെ വിശ്വസിച്ച ഒരാൾ നമ്മിൽ നിന്ന് അകന്നു പോയപ്പോൾ, ഒരു യാത്ര തടസ്സപ്പെട്ടപ്പോൾ, ഒരു അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോൾ, ഒരു ബന്ധം അവസാനിച്ചപ്പോൾ, നമ്മൾക്ക് മുൻപിൽ തുറക്കുമെന്ന് കരുതിയ ഒരു വാതിൽ പെട്ടെന്ന് അടഞ്ഞപ്പോൾ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഇന്ന് ആ അടഞ്ഞ വാതിലുകളെക്കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. കൃപാസനം അമ്മയുടെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പറയാം, കൃപാസനം അമ്മേ, എനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ പഠിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വരുന്നു. വലിയ വാക്കുകളുമായല്ല, ഞങ്ങളുടെ യഥാർത്ഥ ജീവിതവുമായാണ്. പുറത്ത് എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ തകർന്നിരിക്കുന്ന ഒരാൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകാം. ആരോടും പറയാൻ കഴിയാത്ത ഒരു വിഷമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാൾ, ഒരു തീരുമാനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ, ഇനി എന്തു ചെയ്യും എന്ന് അറിയാതെ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുന്ന ഒരാൾ, അവരെയെല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും അമ്മ കാണുന്നുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴികളും, ഞങ്ങൾ നഷ്ടപ്പെട്ട വഴികളും, ഞങ്ങൾ നടക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാൻ കഴിയാതെ പോയ വഴികളും എല്ലാം അമ്മ അറിയുന്നു. ചില വാതിലുകൾ ഞങ്ങൾ ശക്തമായി മുട്ടി, വീണ്ടും വീണ്ടും മുട്ടി, പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, എന്നിട്ടും അത് തുറന്നില്ല. അന്ന് ഞങ്ങൾക്ക് തോന്നിയത് പരാജയമാണെന്ന്. പക്ഷേ അമ്മേ, ഇന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഒരുപക്ഷെ ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് പോയേനെ എന്ന്. ഒരുപക്ഷെ നമ്മൾ പിന്നീട് വലിയൊരു വേദന അനുഭവിച്ചേനെ. ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടേനെ. അതുകൊണ്ട് ഞങ്ങൾക്കറിയാതെ ഞങ്ങളെ സംരക്ഷിച്ച എല്ലാ ഇല്ലകൾക്കും ഇന്ന് നന്ദി പറയുന്നു. കൃപാസനം അമ്മേ, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഞങ്ങൾ തകർന്നു പോകാതിരിക്കട്ടെ. എന്നെ ആരും വിലമതിക്കുന്നില്ല എന്ന് കരുതാതിരിക്കട്ടെ. ഒരു അവസരം നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കഴിവിൻ്റെ അവസാനം അല്ലെന്ന് മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം ഒരു ജോലി നൽകുന്ന മറുപടിയാൽ തീരുമാനിക്കപ്പെടുന്നില്ല. പരിശുദ്ധാമ്മേ, ജോലിക്കായി കാത്തിരിക്കുന്ന ഒരാൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അപേക്ഷകളേക്കാൾ മുൻപേ അവൻ്റെ ഹൃദയത്തിലെ ഭയം അമ്മ കാണണമേ. എൻ്റെ കുടുംബത്തെ എങ്ങനെ നോക്കും? ഇനി എനിക്ക് ജോലി കിട്ടുമോ? എൻ്റെ പ്രായം കൂടിപ്പോയോ? എൻ്റെ അവസരം അവസാനിച്ചോ എന്ന ചോദ്യങ്ങളുമായി കഴിയുന്നവന് നാളെക്കുറിച്ച് പ്രതീക്ഷയോടെ എഴുന്നേൽക്കുവാനുള്ള മനസ്സ് നൽകണമേ. തുറക്കേണ്ട വാതിൽ തുറക്കുവാനുള്ള സമയം വരുന്നതുവരെ അവൻ നിരാശയിൽ തെറ്റായ വാതിൽ തിരഞ്ഞെടുക്കാതിരിക്കട്ടെ. പരിശുദ്ധാമ്മേ, ചിലപ്പോൾ ഞങ്ങൾ ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമ്പോഴും അതിനെ അനുഗ്രഹമായി കാണാൻ കഴിയാറില്ല. നമ്മൾ വളരെ സ്നേഹിച്ച ഒരാൾ അകന്നു പോയാൽ ഹൃദയം ചോദിക്കും, എന്തിനാണ് ദൈവമേ? പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ ചില ബന്ധങ്ങൾ അവസാനിച്ചതിലൂടെ തന്നെ
നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ചില വേർപാടുകൾ നമ്മെ കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ടാകാം. ചില നഷ്ടങ്ങൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് അമ്മേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വേണമെന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്നതിനെ തിരിച്ചറിയുവാനുള്ള വിവേകം തരണമേ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം നമ്മുടെ കൈകളിൽ വയ്ക്കാൻ പോകുന്നതിനെ സ്വീകരിക്കുവാൻ മനസ്സ് ഒരുക്കണമേ. കൃപാസനം അമ്മേ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കുന്നു. ഓരോ വീട്ടിലും ഓരോ കഥയുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നിയാലും ഓരോ വീട്ടിലും പറയാതെ വെച്ചിരിക്കുന്ന ചില വേദനകളുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അകലം, മക്കളെക്കുറിച്ചുള്ള ആശങ്ക, മാതാപിതാക്കളെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക സമ്മർദ്ദം, വീട്ടിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവയെല്ലാം അമ്മയുടെ സന്നിധിയിൽ വെക്കുന്നു. പരിശുദ്ധാമ്മേ, ആർക്കും മറ്റൊരാളുടെ വേദന മനസ്സിലാകാത്തിടത്ത് പരസ്പരം മനസ്സിലാക്കുവാനുള്ള ഹൃദയം വളർത്തണമേ. ഒരു വാക്കുകൊണ്ട് തകർന്ന ബന്ധങ്ങൾ ഒരു സ്നേഹവാക്കിലൂടെ വീണ്ടും ചേർന്നു വരട്ടെ. വർഷങ്ങളായി സംസാരിക്കാത്തവർ ഒരിക്കലെങ്കിലും പരസ്പരം ക്ഷമിക്കുവാൻ കഴിയട്ടെ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഭയം ഞങ്ങളിൽ നിന്ന് കുറക്കണമേ. മക്കളുടെ ജീവിതം ഞങ്ങളുടെ കൈകളിൽ പൂർണ്ണമായി നിയന്ത്രിക്കാനാവില്ലെന്ന് മനസ്സിലാക്കാൻ സഹായിക്കണമേ. അവർ പോകുന്ന ഓരോ സ്ഥലത്തും നമുക്ക് കൂടെ പോകാൻ കഴിയില്ല. അവർ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും നമുക്ക് പകരം തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ അവരെ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് അമ്മേ, ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള അമിതമായ ഭയം വിശ്വാസമായി മാറ്റണമേ. അവരുടെ ജീവിതത്തിൽ ശരിയായ ആളുകളെ കൊണ്ടുവരണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ അകറ്റണമേ. അവരുടെ തീരുമാനങ്ങളിൽ വിവേകം നൽകണമേ. അവരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാത്തത് ദൈവത്തിന് അറിയാമെന്ന് ഓർത്ത് സമാധാനത്തോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കൃപാസനം അമ്മേ, രോഗവും വേദനയും അനുഭവിക്കുന്നവരെ ഈ നിമിഷം ഓർക്കുന്നു. ഒരു പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്ന ഒരാൾ, ആശുപത്രിയുടെ ഇടനാഴിയിലിരിക്കുന്ന ഒരു കുടുംബം, ചികിത്സയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരാൾ, രാത്രിയിൽ വേദന കൊണ്ടുണരുന്ന ഒരാൾ. അവരുടെ പേരുകൾ ഞങ്ങൾക്ക് അറിയണമെന്നില്ല, പക്ഷേ അമ്മയ്ക്ക് അവരെ അറിയാം. അവരുടെ കിടക്കയുടെ അരികിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയില്ലെങ്കിലും അമ്മയുടെ കരുണ അവിടെ എത്തട്ടെ. അവരുടെ മനസ്സിലെ ഭയം കുറയട്ടെ. ചികിത്സിക്കുന്നവരുടെ കൈകൾക്ക് ജ്ഞാനം ലഭിക്കട്ടെ. കുടുംബാംഗങ്ങൾക്ക് ക്ഷമ ലഭിക്കട്ടെ. ഓരോ ദിവസവും മുന്നോട്ടു പോകുവാനുള്ള ധൈര്യം ലഭിക്കട്ടെ. പരിശുദ്ധാമ്മേ, രോഗം മാറണം എന്ന ആഗ്രഹത്തോടെ മാത്രമല്ല, രോഗത്തിനിടയിലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ചിലപ്പോൾ ശരീരം സുഖപ്പെടുന്നതിന് മുൻപ് മനസ്സിന് സമാധാനം ലഭിക്കേണ്ടതുണ്ട്. ആ സമാധാനം ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാമ്മേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വീടുകളെ ഓർക്കുന്നു. മനസ്സമാധാനം നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. മാസാവസാനം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയാത്തവർ, കടത്തിൻ്റെ ഭാരം വഹിക്കുന്നവർ, മറ്റുള്ളവരോട് സഹായം ചോദിക്കുവാൻ പോലും ലജ്ജിക്കുന്നവർ, കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, അവരെല്ലാം ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണമേ. പക്ഷേ അതോടൊപ്പം വരുമാനം ലഭിക്കുന്ന വഴികളും കാണിച്ചു തരണമേ. തീരുമാനങ്ങളിൽ വിവേകം നൽകണമേ.
അനാവശ്യമായ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. തെറ്റായ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ബുദ്ധി നൽകണമേ. ചെറിയ അവസരങ്ങളെപ്പോലും തിരിച്ചറിയുവാനുള്ള കണ്ണുകൾ നൽകണമേ. കൃപാസന മാതാവേ, ജീവിതത്തിൽ ഒരു ഇല്ല കേട്ടതുകൊണ്ട് സ്വയം പരാജിതനെന്ന് കരുതുന്ന എല്ലാവരോടും ഇന്ന് ഒരു കാര്യം പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് അവസാനമല്ല. ഒരു വാതിലടഞ്ഞത് നമ്മുടെ ജീവിതം അടഞ്ഞു എന്നർത്ഥമല്ല. ഒരു മറുപടി ലഭിക്കാത്തത് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്നർത്ഥമല്ല. കാത്തിരിപ്പ് നിഷേധിക്കപ്പെട്ടതിൻ്റെ തെളിവല്ല. ചിലപ്പോൾ കാത്തിരിപ്പ് തന്നെയാണ് തയ്യാറെടുപ്പ്. അമ്മേ, ഞങ്ങൾ വേഗത്തിൽ ഓടാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയം കാത്തിരിക്കുവാനുള്ള ക്ഷമ തരണമേ. എല്ലാം ഉടൻ വേണമെന്ന മനസ്സിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നമ്മുടെ സമയപ്പട്ടികയ്ക്കനുസരിച്ച് ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കട്ടെ. പകരം ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുവാൻ പഠിക്കട്ടെ. കൃപാസനം അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ തുറന്നില്ലെങ്കിലും ഇപ്പോൾ അടഞ്ഞുപോയ ചില വാതിലുകളുണ്ട്. പഴയൊരവസരം, പഴയൊരു ബന്ധം, പഴയൊരു സ്വപ്നം, പുതിയൊരു ജീവിത രീതി, ഇവ തിരികെ വരില്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, അവയെല്ലാം വീണ്ടും തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ഇന്ന് ഞങ്ങൾ വയ്ക്കുന്നില്ല. കാരണം കഴിഞ്ഞ കാലത്തേക്ക് തിരികെ പോകുന്നതിനേക്കാൾ ദൈവമൊരുക്കുന്ന ഒരു പുതിയ കാലത്തിലേക്ക് നടക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സാന്നിധ്യം എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ദൈവമടച്ച വാതിലുകൾ വീണ്ടും തുറക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കാതിരിക്കട്ടെ. അവൻ തുറക്കുന്ന പുതിയ വാതിലിലൂടെ ധൈര്യത്തോടെ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാളെയും പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.